ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. ഫ്യൂച്ചർ ടെൻസിലെ മൂന്നാമത്തെ ഭാഗമാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഇതിനു മുൻപ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണണം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും കഴിഞ്ഞതിന് ശേഷം ഫ്യൂച്ചർ പെർഫെക്റ്റ് കൂടി കണ്ട് ഇത് മൂന്നും താരതമ്യം ചെയ്യുക. എന്തെല്ലാം മാറ്റങ്ങളാണ്, ഏതെല്ലാം ഓക്സിലറി വെർബിന്റെ മാറ്റങ്ങളാണ് ഈ മൂന്ന് ടെൻസിലും ഉണ്ടായിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് കിട്ടാവുന്നതേ ഉള്ളൂ. ഈ ടെൻസ് എല്ലാം തന്നെ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് വേണം പഠിക്കാൻ. ടെൻസ് എല്ലാം തന്നെ ഒബ്സർവ് ചെയ്ത് വായിച്ചു നോക്കൂ, പെട്ടെന്ന് ഈ ടെൻസ് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, പെർഫെക്റ്റ് ടെൻസുകളിലെല്ലാം തന്നെ വെർബിന്റെ V3 ഫോമേ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞിരുന്നു. പെർഫെക്റ്റ് ടെൻസുകളെല്ലാം തന്നെ വെർബിന്റെ V3 ഫോം, V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഉപയോഗിക്കുക. എല്ലാ പെർഫെക്റ്റ് ടെൻസിലും, പ്രസന്റ് പെർഫെക്റ്റിലും V3 ആണ് ഉപയോഗിക്കുക, പാസ്റ്റ് പെർഫെക്റ്റിലും V3 ഫോം ആണ് ഉപയോഗിക്കുക, ഫ്യൂച്ചർ പെർഫെക്റ്റിലും V3 ഫോം ആണ് ഉപയോഗിക്കുക. സംശയിക്കേണ്ട, എല്ലാ പെർഫെക്റ്റ് ടെൻസിലും V3 ഫോം ആണ് ഉപയോഗിക്കുക, ഫ്യൂച്ചർ പെർഫെക്റ്റിലും V3 ഫോം ആണ് ഉപയോഗിക്കുക. വെർബിന്റെ തേർഡ് ഫോം V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് റൈറ്റിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ റിട്ടൺ എന്നാണ്. റൈറ്റിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ റിട്ടൺ. ഓക്കെ, V2 അല്ല കേട്ടോ ഉപയോഗിക്കേണ്ടത്, V3 ആണ്. എല്ലാ പെർഫെക്റ്റ് ടെൻസിലും V3 ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, എല്ലാ പെർഫെക്റ്റ് ടെൻസിലും V3 ആണ് ഉപയോഗിക്കേണ്ടത്. ശ്രദ്ധിക്കുക, മറക്കരുത്. എല്ലാ പെർഫെക്റ്റ് ടെൻസിലും V3 ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെയും V3 ഉപയോഗിക്കുകയുള്ളൂ. വെർബിന്റെ തേർഡ് ഫോം. ഒരു വെർബിന് 4 ഫോംസ് ഉണ്ട്. വെർബിന്റെ 4 ഫോം എന്ന് പറയുന്ന ബേസിക് ഐഡിയ എന്താണെന്ന് കിട്ടുന്നതിന് വേണ്ടി ചെറിയൊരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വെർബ് ബേസിക്സ് എന്ന് പറയുന്ന ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് നിങ്ങളൊന്ന് കാണണം. വെർബ് ബേസിക്സ് എന്ന് പറയുന്ന ക്ലാസ് നിങ്ങളൊന്ന് കാണണം. അപ്പോൾ വെർബിന്റെ 4 ഫോംസിനെ പറ്റി ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാകും. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ വെർബിന്റെ തേർഡ് ഫോം ആണ് ഉപയോഗിക്കുക. ശ്രദ്ധിക്കുക, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബുകൾ വിൽ ഹാവും ഷാൽ ഹാവും ആണ്. ഇവിടെ ഷാൽ ഹാവ് എഴുതിയിട്ടില്ല. ഓക്കെ, വിൽ ഹാവ് അല്ലെങ്കിൽ ഷാൽ ഹാവ് ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുക. ഓക്കെ, വിൽ ഹാവും ഉപയോഗിക്കാം, ഷാൽ ഹാവും ഉപയോഗിക്കാം. ഓക്കെ, ശരി. ഇതിന്റെ സെന്റൻസുകൾ നമുക്കൊന്ന് നോക്കാം. അതായത് ഈ സെന്റൻസുകളെല്ലാം തന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലായി. ഈ സെന്റൻസുകളെല്ലാം തന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലാണെന്ന് നമുക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? കാര്യം വളരെ സിമ്പിൾ ആണ്. ഇതാ നോക്കൂ, വിൽ ഹാവ് ഓക്സിലറി വെർബ് വിൽ ഹാവ് അല്ലെങ്കിൽ ഷാൽ ഹാവ്. വിൽ ഹാവ് അല്ലെങ്കിൽ ഷാൽ ഹാവ് കഴിഞ്ഞ് വെർബിന്റെ V3 ഫോമാണ്. പ്ലേഡ് എന്ന് പറയുന്നത് വെർബിന്റെ V3 ഫോമാണ്. റൈറ്റ് ആണെങ്കിൽ ഇവിടെയൊക്കെ റിട്ടൺ വരുമായിരുന്നു. റോട്ട് വരില്ല കേട്ടോ. റൈറ്റ് ആണെങ്കിൽ റിട്ടൺ ആണ് വരിക. ഡ്രിങ്ക് ആണെങ്കിൽ ഡ്രങ്ക് വരുമായിരുന്നു. ഡ്രങ്ക്, DRUNK, ഡ്രങ്ക് ആണ് ഇവിടെ വരേണ്ടത്. വിൽ ഹാവ് ഷാൽ ഹാവ് കഴിഞ്ഞ് ഡ്രങ്ക് ആണ് ഉപയോഗിക്കേണ്ടത്, ഡ്രാങ്ക് അല്ല. ഡ്രാങ്ക് എന്ന് പറഞ്ഞാൽ V2 ആണ്, ഡ്രങ്ക് ആണ് V3. ഡ്രൈവ് ആണെങ്കിൽ ഡ്രിവൺ ആയിരുന്നു ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഡ്രോവ് ഉപയോഗിക്കരുത്. ഡ്രോവ് വെർബിന്റെ V2 ഫോമാണ്. ഇതിനെക്കുറിച്ച് കൺഫ്യൂഷൻ വേണ്ട. വെർബ് ബേസിക്സ് എന്ന ചെറിയൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണണം. എല്ലാ എക്സാമിനേഷനും PSC ആയിക്കോട്ടെ, PSC, SSC, IBBS, CLE, CLAT, CSCB, കോപ്പറേറ്റീവ് ബാങ്ക് കോച്ചിങ്, ഏതൊരു എക്സാമിനേഷൻ ആയാലും ഇതാണ് ഇംഗ്ലീഷിന്റെ ബേസിക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ടെൻസ് ആണ് ഇംഗ്ലീഷിന്റെ ബേസ് എന്ന് പറയുന്നത്. ടെൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ 50% എക്സാമിൻ ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് മാത്രമല്ല, ബാക്കി എല്ലാ ടെൻസും 12 എണ്ണമുണ്ട്. ടെൻസിന്റെ 12 ഭാഗമുണ്ട്. ആ 12 ഭാഗം ഓരോ വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ഇടുന്നത്, ചെറിയ വീഡിയോസ് ആയിട്ടാണ് ഇടുന്നത്. ഈ 12 ഭാഗവും അറിയുന്ന ഒരാളെ സംബന്ധിച്ച് ഇംഗ്ലീഷ് വളരെ സിമ്പിൾ ആയിരിക്കും. അതിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുൻപുള്ള വീഡിയോസ് ഒന്ന് കാണണം. ചെറിയ വീഡിയോസാണ്, സിമ്പിളായിട്ട് കാര്യം പറഞ്ഞു പോകുന്ന രീതിയാണ് നമ്മുടെ വീഡിയോസിലുള്ളത്. ശ്രദ്ധിക്കുക. ഞാൻ എന്തായാലും ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഒന്ന് സമപ്പ് ചെയ്യുകയാണ്. സബ്ജക്റ്റ് ഹി ആയാലും ഷീ ആയാലും ദേ ആയാലും ആരായാലും വിൽ ഹാവ് എന്ന് ഉപയോഗിച്ച് വിൽ ഹാവിന് ശേഷം V3 ഫോമാണ്, വെർബിന്റെ തേർഡ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. I, we എന്നീ സബ്ജക്ട്സ് വരുമ്പോഴാണ് ഷാൽ ഹാവ് ഉപയോഗിക്കുക. മുൻ വീഡിയോസിൽ പറഞ്ഞിരുന്നു, ഷാലിന്റെ യൂസ് പറഞ്ഞിരുന്നു. ഐയും വിയും വരുമ്പോഴാണ് ഷാൽ ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ I will have എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? അല്ലെങ്കിൽ we will have എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ?
തെറ്റില്ല, ഗ്രാമാറ്റിക്കലി തെറ്റൊന്നുമില്ല, അർത്ഥം ഒന്ന് മാറുന്നേ ഉള്ളൂ. ഒരു തീർച്ച, ഉറപ്പ് അവിടെ കിട്ടും. ഐ വിൽ ഹാവ് പ്ലേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായും കളിച്ചിരിക്കും എന്നൊക്കെ അർത്ഥം. ഓക്കെ, ഞാൻ തീർച്ചയായും എഴുതിയിരിക്കും, ഞാൻ പോയിരിക്കും, തീർച്ചയായും കണ്ടിരിക്കും, തീർച്ചയായും മെസ്സേജ് അയച്ചിരിക്കും. ഇങ്ങനെ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു അർത്ഥം അതിന് വരുന്നുണ്ട്. ഗ്രാമാറ്റിക്കലി തെറ്റില്ല. ഐ വിൽ ഹാവ്, വി വിൽ ഹാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമാറ്റിക്കലി തെറ്റൊന്നുമില്ല, അർത്ഥം ഒന്ന് വ്യത്യാസപ്പെടുന്നു എന്നേ ഉള്ളൂ. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. സമ്മപ്പ് ചെയ്യുകയാണ്. വിൽ ഹാവ്, ഷാൽ ഹാവ് കഴിഞ്ഞ് വെർബിൻ്റെ V3 വന്നാൽ ശ്രദ്ധിക്കുക. വിൽ ഹാവ് അല്ലെങ്കിൽ ഷാൽ ഹാവ് കഴിഞ്ഞ് വെർബിൻ്റെ V3 ഫോം വന്നാൽ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. ഇത്രയുമാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് ഇത്രയുമേ അറിയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.